ട്രേഡ് എടുത്തതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ട് എയറിൽ കയറിയ ഒരു ദിവസമായിരുന്നു ഇന്നലെ. വെൽക്കം ടു ഡേ 4 ഓഫ് ബിൽഡ് എ ഡ്രീം ഹൗസ് ഇൻ 730 ഡേയ്സ്. ഇന്നലെ ഇൻസ്റ്റയിൽ ഇട്ട വീഡിയോയ്ക്ക് ഒരുപാട് റീച്ച് വന്നു. ഉപദേശവും ശകാരവുമായി ഒരുപാട് ആളുകൾ കമന്റിലും പേഴ്സണലായും വന്നിരുന്നു. ആദ്യമേ തന്നെ എല്ലാവർക്കും ബിഗ് താങ്ക്സ്. സ്റ്റോപ്പ് ലോസ് വെക്കണമെന്നും പഠിച്ചിട്ട് ചെയ്യണമെന്നും പറഞ്ഞ ധാരാളം പേരുണ്ട്. ശരിയാണ്, പഠിക്കാൻ ഒരുപാടുണ്ട്. ഇന്നലെ നമ്മൾ ചെയ്തതിൽ ഒരുപാട് അബദ്ധവും മണ്ടത്തരങ്ങളും ഉണ്ട്. എന്തായാലും പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. പിന്നെ ട്രേഡിംഗ് എന്നത് നമ്മുടെ ഈ ചലഞ്ചിലെ ഒരു പ്രധാന ഘടകമേ അല്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കിട്ടിയ ക്യാഷ് കൊണ്ട് എന്തെങ്കിലും ഒരു ഫണ്ട് ഉണ്ടാക്കുക എന്ന ലക്ഷ്യം മാത്രമായിരുന്നു ഇന്നലത്തെ ട്രേഡിംഗിൽ ഉണ്ടായിരുന്നത്. എന്നാൽ അത് നമ്മൾ പരാജയപ്പെട്ടു. ഇതുപോലെ ഈ ചലഞ്ചിൽ ഇനി പല പരാജയങ്ങളും ചിലപ്പോൾ നമുക്ക് നേരിടേണ്ടി വരും. എന്തായാലും എങ്ങനെയെങ്കിലും വാങ്ങിയ കടം നമുക്ക് തിരിച്ചു കൊടുക്കണം. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് നഷ്ടപ്പെട്ട 30,000 ഉണ്ടാക്കിയെടുക്കൽ അസാധ്യമാണ്. ഇന്നലത്തെ കമന്റിൽ ഒരു ബ്രോ പറഞ്ഞതുപോലെ 0-ൽ നിന്ന് തുടങ്ങാൻ ശ്രമിച്ച് എനിക്കിനി -30,000 നിന്ന് തുടങ്ങണം. മറ്റു വഴിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കടം വാങ്ങിയ ആളോട് തന്നെ വിളിച്ച് നടന്ന കാര്യങ്ങൾ പറഞ്ഞു. പുള്ളിയും നമ്മുടെ വീഡിയോ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ക്യാഷ് തിരിച്ചു കൊടുക്കാൻ ഒരാഴ്ച കൂടി സമയം തന്നു. അതെനിക്ക് വലിയൊരു ആശ്വാസമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്ന തുകയുടെ ബാക്കി 20,000 നമ്മുടെ കയ്യിലുണ്ട്. അതുകൂടി കൊണ്ട് തുലയ്ക്കാൻ പറ്റില്ല. പ്രയോജനം ഉറപ്പുള്ള എന്തെങ്കിലും കാര്യത്തിന് അത് ഉപയോഗിക്കണം. എങ്ങനെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കാമെന്ന് കുറച്ചുനേരം ആലോചിക്കുകയും ChatGPTയോടൊക്കെ ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെയാണ് ഒരു വെറൈറ്റി ആശയം മനസ്സിൽ വന്നത്. പക്ഷെ അത് നടപ്പിലാക്കണമെങ്കിൽ 3D പ്രിന്റിംഗിന്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ആരെങ്കിലും 3D പ്രിന്റ് ചെയ്യുകയോ അത് ചെയ്യുന്നവരെ അറിയുകയോ ചെയ്യാമെങ്കിൽ പ്ലീസ് മെസ്സേജ് മീ. ബാക്കി വീഡിയോ നാളെ.